പത്തനംതിട്ടയിൽ അധ്യാപികയുടെ ശമ്പളം 14 വർഷമായി ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്ത് ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഡിഇഒ, എഇഒ ഇവരെല്ലാം സ്ഥാനക്കയറ്റം വഴി വരുന്നവരാണ്. ഇവർക്കെല്ലാം ഭരണപരിചയം കുറവാണ്. അത് ഓഫീസ് പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്നും ഡിഇഒ, എഇഒ എന്നിവർക്കെല്ലാം ഭരണപരിശീലനം കാര്യമായി നൽകേണ്ട അവസ്ഥയാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പത്തനംതിട്ട നാറാണമൊഴി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവം ദൗർഭാഗ്യകരമാണ്. മന്ത്രി പറഞ്ഞിട്ടും ഉത്തരവിറക്കിയിട്ടും അവരെ ഓഫീസ് കയറ്റിയിറക്കി പ്രയാസപ്പെടുത്തി. ഓരോ ഫയലും ജീവിതമെന്നത് ഉദ്യോഗസ്ഥർ ഓർക്കണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ സാധാരണ നടപടി മാത്രമാണെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും ഗൗരവതരമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും കുറ്റം തെളിഞ്ഞാൽ ഇവരെ പിരിച്ചുവിടുന്നത് ആലോചനയിലുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സ്കൂൾ സമയമാറ്റത്തിലും മന്ത്രി പ്രതികരിച്ചു. എല്ലാ കാര്യങ്ങളും നാട്ടിലെ എല്ലാവരോടും ആലോചിക്കാൻ പറ്റില്ലെന്നും ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചതല്ലേ എന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ അവധി മാറ്റത്തിൽ പഴഞ്ചൻ രീതികൾ എല്ലാ കാലത്തും പറ്റില്ലെന്നാണ് അഭിപ്രായം. പുതുമകളും നല്ല മാറ്റങ്ങളും വേണം. ബാക്ക് ബെഞ്ചേഴ്സ് എന്ന സങ്കല്പവും മാറ്റുകയാണ്. വിദ്യാർത്ഥി അധ്യാപക അനുപാതത്തിൽ പ്രശ്നങ്ങളുണ്ട്. +1, +2 ക്ലാസുകളിൽ ഒരു ക്ലാസ്സിൽ 60 കുട്ടികൾ വരെയുള്ളത് പ്രശ്നമാണ്. ഭാവിയിൽ പരിശോധനയും തിരുത്തും കൊണ്ടുവരാം. കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നതിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. മന്ത്രി ആയ ശേഷം ആദ്യമായിട്ടാണ് മലപ്പുറം പ്രസ് ക്ലബിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വളരെ പെട്ടെന്നാണെങ്കിലും ഒരു അറിയിപ്പ് കിട്ടിയപ്പോൾ അതിരാവിലെ തന്നെ വളരെ താല്പര്യത്തോടുകൂടി എത്തിച്ചേർന്ന ഞങ്ങളെല്ലാവരെയും ഞാൻ നന്ദി പറയുന്നു. മലപ്പുറം പ്രസ് ക്ലബിന് വേണ്ടി പ്രസിഡന്റ് പറഞ്ഞ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ മലപ്പുറത്ത് കുറേ നാൾക്ക് ശേഷം ഒരു പരിപാടിക്ക് വന്ന സ്ഥിതിക്ക് പ്രസ് ക്ലബിനെ ഒന്ന് സുഹൃത്തുക്കളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി വന്നിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൻ്റെ സാംസ്കാരിക സമ്പന്നതയ്ക്ക് തിളക്കം കൂട്ടുവാൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മേളയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന കേരള സ്കൂൾ കലോത്സവം. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. സാഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എഡ്യൂക്കേഷൻ. അവർ കോഴ്സസ് PGDCA, DCA, ഡാറ്റ എൻട്രി, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, ടാലി ആൻഡ് GST, AutoCAD, ഗ്രാഫിക് ഡിസൈനിംഗ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം. പെൺകുട്ടികൾക്കായി 1 വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ TTC, പ്രീ പ്രൈമറി TTC, ഫാഷൻ ഡിസൈനിംഗ് TTC കോഴ്സുകൾ. സാഫ് എഡ്യൂക്കേഷൻ വളാഞ്ചേരി.